മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. രവീന്ദ്രൻ പട്ടയങ്ങളെക്കുറിച്ച് ഏത് ഏജൻസി അന്വേഷിക്കണം എന്നതിൽ ഇന്ന് മിക്കവാറും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകും. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. യഥാർത്ഥത്തിൽ ആരുടെ ബെഞ്ചിലാണ് ഈ കേസ് വരുന്നത്? എങ്ങനെയായിരിക്കും ഇന്ന് കേസിൻ്റെ പോക്ക്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഇത് ഡിവിഷൻ ബെഞ്ച്. ഇത് ഈ മൂന്നാർ കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി ഒരു ഡിവിഷൻ ബെഞ്ച് രൂപീകരിച്ചിട്ടുണ്ട്, ചീഫ് ജസ്റ്റിസ്. ആ ബെഞ്ചിലാണ് ഈ കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയേണ്ടത് എസ് കെ, മൂന്നാർ നമ്മൾ ഇവിടുന്നൊക്കെ പോയി കാണുമ്പോൾ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, വളരെ മഞ്ഞും തണുപ്പും ഒക്കെയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ നടന്ന അഴിമതി, അതോടൊപ്പം തന്നെ അവിടെ നടന്ന ക്രമക്കേട് അത് അത്ര സുഖകരമുള്ള കാര്യമല്ല എന്ന് ഹൈക്കോടതി തന്നെ കണ്ട് പിടിച്ചിട്ടുണ്ട്. അതിൽ എന്ത് അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. രണ്ട് കാര്യത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്. ഒന്ന്, അവിടെ ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കും. രണ്ട്, വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കും. ഈ അന്വേഷണം നടന്നാൽ തന്നെ മൂന്നാർ വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കോടതി പോലും പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ അറിയാം, CBI അന്വേഷണത്തിന് ഇന്ന് കോടതിയിൽ നിന്നും ഒരു ഉത്തരവുണ്ടാകുമോ എന്ന്. കഴിഞ്ഞ തവണ കോടതി പറഞ്ഞത് വിജിലൻസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. CBIയെ ഇതിൽ കക്ഷി ചേർത്തിരുന്നു കോടതി. ഇന്ന് കോടതി ഈ കേസ് അവസാന ഘട്ടമായി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാം ഇതിൽ CBI അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവിടുമോ എന്നുള്ളത്. കാരണം ഈ MI രവീന്ദ്രൻ കൊടുത്ത വ്യാജ പട്ടയങ്ങൾ കണ്ട് കോടതി പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് 532 പട്ടയങ്ങളുടെ കണക്ക് മാത്രമേ സർക്കാരിന്റെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ തന്നെ കൃത്യമായ രേഖകളോ കണക്കുകളോ പോലും സർക്കാരിന്റെ പോലും കയ്യിലില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് മുറിച്ച് വ്യാജ പട്ടയങ്ങൾ ഈ MI രവീന്ദ്രൻ വിറ്റു. ഇതാണ് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നറിയാം മൂന്നാറിനെ വീണ്ടെടുക്കാൻ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന്. ആ തണുപ്പും ആ ഭംഗിയുമൊക്കെ കയ്യേറ്റക്കാരുടെ കയ്യിൽ നിന്നും പിടിച്ച് നമുക്ക് തന്നെ തിരികെ തരുമോ എന്ന് കാത്തിരുന്ന് കാണാം. CBI വരുമോ എന്നുള്ളത് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും അറിയാം. ശ്രീകാന്ത്, ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ട് പല കോർണറിലും ഈ നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം ഉണ്ട്. അതായത് നമുക്കുണ്ടായ പരാജയം പഠിക്കും, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പല നേതാക്കന്മാരും, തലപ്പത്തുള്ളവരും താഴെക്കടയിലൊക്കെ ഉള്ള ഒരുപാട് നേതാക്കന്മാർ പറയുന്നുണ്ട്. ഈ നേതാക്കന്മാരോട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു ചെറിയ കാര്യം, നിങ്ങൾ എന്താണ് ഈ വിനാശത്തിന് വേണ്ടി ചെയ്തത് എന്ന് ആദ്യം പഠിക്കൂ. അതായത് നിങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പലപ്പോഴും നേതൃനിരയിൽ നിൽക്കുമ്പോൾ ആരെയൊക്കെ വെട്ടി വീഴ്ത്താനും ഏതൊക്കെ അനുയായിയുടെ നെഞ്ചത്ത് കത്തി കയറ്റാനും തീരുമാനിച്ചിരുന്നു. അതുപോലെ എത്ര ആളുകളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു, എത്രയോ നേതാക്കന്മാരുടെ വളർച്ചയുടെ മുന്നിൽ കുറുകെ കയറി നിന്നു എന്നൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഈ ആത്മവിമർശനം നന്നായി നടത്തിയാൽ മാത്രമേ ഈ പല ആളുകളും കരുതുന്നത് പോലെ ഈ പരാജയപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ പുതിയൊരു വേരോട്ടം കേരളത്തിൽ സാധ്യമാകും. നിങ്ങൾ അറിയാത്തൊരു കാര്യം, ഈ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുന്നത് കൊണ്ട് ഈ പുതിയ തലമുറയ്ക്ക് നിങ്ങളിൽ നിന്ന് വലിയൊരു അകൽച്ചയുണ്ട്, ഒരു ഡിസ്കണക്റ്റ് വന്നിട്ടുണ്ട് എന്ന് എന്നാണാവോ നിങ്ങളൊക്കെ മനസ്സിലാക്കുക?